അരയ്ക്ക് താഴോട്ട് തളർന്നുപോയ ഒരപ്പച്ചൻ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ആ സാക്ഷ്യം കണ്ടാട്ടെ, ഒരു അത്ഭുത വിടുതൽ അനുഭവിച്ചാട്ടെ. ഷുഗർ ശരീരത്തിൽ നിന്ന് പറഞ്ഞ്, ഷുഗറും കാൽസ്യവും പറഞ്ഞ് ഇളിക്ക് താഴെ അങ്ങ് തളർന്ന്. ഈ ബ്രദറിൻ്റെ ഇളിക്ക് താഴോട്ട് തളർന്നുപോയി. ഒന്ന് കൈകളടിച്ചിട്ട് നല്ല ആമേൻ പറഞ്ഞേ. കർത്താവ് ഇത് സൗഖ്യമാക്കാൻ പോവാണേ. എല്ലാ കാര്യവും ഉയർത്തിക്കേ. നന്ദി കർത്താവേ. ഈ ഇളിക്ക് താഴോട്ട് തളർന്നത് പൂർണ്ണമായിട്ട് സൗഖ്യമാവട്ടെ. ഇളിക്ക് താഴോട്ട് തളർന്നത് ഇതേതപ്പോ എടുത്തോണ്ടാണോ നിങ്ങൾ കൊണ്ടുവന്നേ? വണ്ടി വിളിച്ചു കൊണ്ടുവന്നതാ. നടക്കാനൊക്കത്തില്ല. ഇവര് അപ്പുറം നിന്ന് ഇങ്ങനെ താങ്ങിക്കൊണ്ടാവുന്നേ. ചേട്ടാ പിടിക്കേ, കൈ പിടിക്കേ, എഴുന്നേക്ക്. ഒറ്റ പൊങ്ങത്തില്ല, പൊങ്ങണ്ടേ? എഴുന്നേക്ക്, വാ, നടക്ക്, നടക്ക്. ഹല്ലേലൂയ രാജാവിനെ. ഇനി കൈ വിടുവാ കേട്ടോ. ഹല്ലേലൂയ ദൈവത്തിനെ. വണ്ടർഫുൾ ജീസസ്. വാ ചേട്ടാ, നിങ്ങൾ ഇദ്ദേഹത്തെ രണ്ടുപേരെ എടുത്തോണ്ട് വന്നതാ കണ്ടേ. ഇത് നോക്കിക്കേ, അദ്ദേഹം നടക്കുവോ ചെയ്യുന്നേ? അപ്പച്ച നടക്കാവോ? എന്റെ യേശു വാക്ക് മാറാത്തോ, എന്റെ യേശു വാക്ക് മാറാത്തോ. വാ. എത്ര നാളായി ഇങ്ങനെ ആയിട്ട്? ഒരു മാസത്തിന് മേലായി നടക്കാതായിട്ട്. ഒരു മാസത്തിന് മേലായി പുള്ളി നടന്നിട്ട്. രണ്ടുപേരെ എടുത്തോണ്ട് ഇവിടെ വന്നത്. ആരാ എടുത്തോണ്ട് വന്ന ആൾക്കാരൊക്കെയാ? എന്തിയാ എടുത്തോണ്ട് വന്നവരെന്തി? വന്നേ, വാ. അച്ഛാ എന്താ പേര്? അച്ഛാ സാംകുട്ടി. ഇങ്ങ് വന്നേ. സാംകുട്ടി പ്രതി ഇദ്ദേഹത്തെ എടുത്തോണ്ടല്ലേ വന്നേ? വണ്ടി പിടിച്ചോണ്ട് വന്നോണ്ട് ഞാൻ പിടിച്ച കയറ്റിയെ കൊണ്ടുവന്ന്. നടക്കത്തില്ല, നടക്കത്തില്ല. നടന്നേച്ചാ. എന്റെ യേശു വാക്ക് മാറാത്തോ. നടക്കുന്നുണ്ടോ? എന്റെ യേശു വാക്ക് മാറാത്തോ, എന്റെ യേശു വാക്ക് മാറാത്തോ. യേശുവേ, എന്റെ യേശു വാക്ക് മാറാത്തോ. അച്ഛാ ഞാൻ വിളിക്കുമ്പോ എന്താ നടന്നേന്ന് ഞാൻ പറയട്ടെ. അച്ഛാ ഞാൻ കസാര ഇരിക്കുമ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിന്റെ രണ്ട് കാലിനെയും ബലപ്പെടുത്തുകയെന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പായിരുന്നു സൗഖ്യമാവുമെന്ന്. ഹല്ലേലൂയ. ഒന്ന് ചുണയായിട്ട് കൈയടിച്ചോ, കർത്താവിന് നന്ദി പറഞ്ഞേ. അരക്കെട്ടിന് ബലം വന്നു അല്ലേ? അരക്കെട്ടിന് ബലം വന്നു. ഞാൻ കൈ പിടിച്ച് പൊക്കുമ്പോ അപ്പച്ചന്റെ കാലിലും കയ്യിലും എന്തോ ഷോക്ക് അടിച്ചു. ആ ഷോക്ക് അടിച്ചുകൂടെ ബലം വന്നു. ആ ഷോക്ക് ഏതാണെന്നറിയോ? നമ്മുടെ കർത്താവ് അടിച്ച ഷോക്ക് അത്. ആമേ. എന്റെ യേശു വാക്കു മാറാത്തോ. കൈകളടിച്ചിരുന്നല്ലേ ആമേൻ പറഞ്ഞേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അരയ്ക്ക് താഴോട്ട് തളർന്ന് കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഡയബറ്റിക് നിമിത്തം തളർന്നുപോയവർ, ഞരമ്പുകൾക്ക് തളർച്ചയുണ്ടായി തളർന്നുപോയവർ, ഡയബറ്റിക് നിമിത്തം നെർവ് സിസ്റ്റം കംപ്ലൈൻ്റ് ആയവർ, കാലിന് ഊൺസുകളുള്ളവർ, മുറിവുകളുള്ളവർ, കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത മരവിപ്പ് അനുഭവിക്കുന്നവർ, യേശുവേ നിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവിടുത്തെ അത്ഭുതകരങ്ങൾ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അവിടുത്തെ അത്ഭുതകരങ്ങൾ ചെയ്യുന്നതിനായി നന്ദി. റൈറ്റ് നൗ ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, അവിടുത്തെ സൗഖ്യമാക്കുന്ന കരങ്ങൾ കുടുംബങ്ങളെ തൊട്ടാട്ടെ. സൗഖ്യമാക്കുന്ന കരങ്ങൾ കുടുംബത്തെ തൊട്ടാട്ടെ. സൗഖ്യമാക്കുന്ന കരങ്ങൾ കുടുംബത്തെ തൊട്ടാട്ടെ. അരയ്ക്ക് താഴോട്ട് തളർന്നവർ, ശരീരം കഴുത്തിന് താഴോട്ട് തളർന്നവർ, പാരലൈസ് ആയവർ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. സിസ്റ്റർ ഇപ്പോൾ എഴുന്നേറ്റ് നടന്നാട്ടെ. ബ്രദർ ഇപ്പോൾ എഴുന്നേറ്റ് നടന്നാട്ടെ. നിങ്ങളുടെ കഴുത്തിന് താഴോട്ട് ബലം വ്യാപരിക്കുകയാണ്. നട്ടലുകൾക്ക് ക്ഷതമുണ്ടായിട്ട് നടക്കാൻ കഴിയാത്തവർ, ഇതാ യേശുവിൻ്റെ അത്ഭുതകരം ആ വ്യക്തിയെ തൊട്ട് സൗഖ്യമാക്കുക. റൈറ്റ് നൗ കർത്താവെ, നീ അങ്ങനെ ചെയ്താട്ടെ. അവിടുത്തെ അത്ഭുതകരന് മേൽ പ്രവർത്തിച്ചാട്ടെ. പ്രാർത്ഥനകൾക്കും യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇതുവരെ നമ്മൾ പറയാത്ത രോഗങ്ങളുള്ള, മറ്റു പ്രയാസങ്ങളിൽ കഴിയുന്നവർ ഇപ്പോൾ തന്നെ തങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. ഫാദർ, എന്നെ കാണുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു.
ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ അപ്പ. ബ്ലഡ് ക്യാൻസർ മാറട്ടെ, യൂട്രസ് ക്യാൻസർ മാറട്ടെ, ബ്രസ്റ്റ് ക്യാൻസർ മാറട്ടെ, കുടലുകളിലെ ക്യാൻസർ മാറട്ടെ, ലിവർ ക്യാൻസർ മാറട്ടെ, നടുവിൻ്റെ പ്രയാസം മാറട്ടെ. ഓ കർത്താവേ, തേയ്മാനങ്ങൾ മാറിപ്പോട്ടെ, കിഡ്നി രോഗങ്ങൾ മാറിപ്പോട്ടെ, മറ്റ് ബ്രെയിൻ ട്യൂമറുകൾ സൗഖ്യമാകട്ടെ. കർത്താവേ, കർത്താവേ, പാർക്കിൻസൺ രോഗം മാറിപ്പോകട്ടെ. മറ്റു രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയുവാൻ കൽപ്പിക്കുന്നപ്പാ. കർത്താവേ, നീ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ വലിയ പ്രവർത്തികൾക്കായി നന്ദി. പ്രാർത്ഥനകൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.